ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമല്ലേ? ഒരു ആയുസിന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന വീട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് യൂസ് ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ചേലക്കര മേപ്പാടത്തുള്ള ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ച് ഉതുവടി MSF. പ്രതിഭ 2026 മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PA ആമീർ ഉദ്ഘാടനം ചെയ്തു. ലഹരിയടക്കമുള്ള തെറ്റായ വഴികളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നിരവധി കാര്യങ്ങൾ ചുറ്റുമുണ്ടാകുമെന്നും അതിലൊന്നും അകപ്പെടാതെ മൂല്യബോധമുള്ള നല്ലൊരു തലമുറയായി വളർന്നു വരാൻ പുതിയ തലമുറ ശ്രമിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PA ആമീർ പറഞ്ഞു. നടത്തിക്കൊണ്ടുവരുന്ന SSLC +2 വിജയികളെ ആദരിക്കുക എന്ന ഉതുവടി മേഖലാ കമ്മിറ്റി MSF നടത്തുന്ന പരിപാടിയുടെ ഈ 2025-26 ആദരവ് പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒട്ടേറെ വർഷങ്ങളായി ഈ പ്രദേശത്ത് നിന്നും SSLCക്കും അതുപോലെ തന്നെ +2-നുമൊക്കെ ഉന്നതമായ നിലവാരത്തിൽ വിജയിച്ചു വരുന്നവരെ അവർക്ക് ഒരു പ്രോത്സാഹനം, അവരുടെ തുടർന്നുള്ള പഠനങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഉൾപ്പെടെ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനൊരു പ്രോത്സാഹനം നൽകുക, അവരോടൊപ്പം കൂടി നിൽക്കുക, അവരെല്ലാ രീതിയിലും അഭിനന്ദിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് MSF സംഘടന ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആദ്യഘട്ടം പൂർത്തീകരിച്ച് അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു മുഹൂർത്തമാണ്. SSLC എന്ന് പറയുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഫൈനൽ എന്നുള്ള നിലക്ക് വലിയ രീതിയിലുള്ള അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗം. ചേലക്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. ഞാൻ അതൊക്കെ ചോദിച്ചിട്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയാം. തൂഫാന്റെ അർത്ഥം അറിയോ? ഹിന്ദി പഠിച്ച ആൾക്കാർക്ക് അറിയോ? തൂഫാൻ 10ാം ക്ലാസ് തൂഫാൻ കൊടുങ്കാറ്റ്. ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റ് അത് രമേശ് സാറിന്റെ ഒരു പ്രോഗ്രാമാണ്. ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞങ്ങളതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പകലും ഉച്ചവരെ അതായിരുന്നു, ഇനിയും പോകണം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനമാണ്. നിങ്ങളെപ്പോഴൊക്കെ ഉദ്ഘാടനം പറഞ്ഞ അനി അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിനൊരു അവസരം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. മാസത്തിൽ ഒരു തവണ നമുക്ക് ജയിലിൻ്റെ ചാർജല്ല, ജയിലിൽ ഇടുന്നതിന് മുമ്പ് റിമാൻഡ് ചെയ്യുന്ന പ്രതികളെ, റിമാൻഡ് ജയിലിലേക്ക് വിടുമ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കാൻ പോകുന്ന പ്രതികളെ നമ്മൾ ഒരു ദിവസത്തേക്ക് ഈ വിയ്യൂര് ജയിലിൻ്റെ അടുത്തൊരു റിഫ്ലക്ഷൻ സെൻ്റർ എന്നാണ് പറഞ്ഞത്, ഒരു ദിവസത്തേക്ക് ഇടാനുള്ള അധികാരം SIക്കുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യാൻ കോടതി ഹാജരാക്കുന്ന സമയം വരെ നമുക്ക് കിട്ടും. അതിലെനിക്ക് മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ അല്ലെങ്കിൽ ഒരു മാസം ഡ്യൂട്ടി കിട്ടും. ആ ഡ്യൂട്ടി കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വന്ന് നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റില്ലായിരിക്കാം, നിങ്ങളൊന്ന് കാണണം അവിടെ രാത്രി വരാൻ. വഫ അധ്യക്ഷത വഹിച്ചു. അൻസിൽ PA സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി EH യൂസഫ്, മുസ്തഫ PM, പാഞ്ഞാൾ പഞ്ചായത്ത് അംഗങ്ങളായ MB ഗിരിജ വല്ലഭൻ, TH ഷെരീഫ്, VI റസാഖ്, മുസ്ലിം ലീഗ് പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് റസാഖ് വാഴാലിപ്പാടം, യൂത്ത് ലീഗ് ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി വീരാൻകുട്ടി ഉതുവടി, ഹംസ മണലാടി തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 എന്നീ ക്ലാസുകളിൽ മാർക്കുകൾ കൂടുതൽ കിട്ടിയ വിദ്യാർത്ഥിനികളെ ആദരിക്കുക എന്നൊരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും വളരെയധികം ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ശ്ലാഘനീയമായ ഒരു പരിപാടികളാണ് MSF ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് മുൻപേ പറഞ്ഞ എല്ലാവരും തന്നെ ഈ കാര്യത്തെ പറ്റിയും അതുപോലെ തന്നെ അടുത്ത വിദ്യാഭ്യാസ ഭാവിയെ പറ്റിയും എല്ലാം വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നേരത്തെ പറഞ്ഞ ആ DGP കേരള DGP ആയ ന്യൂസ് ഡെസ്ക് CCV. KGSS ടൈൽസ് വേൾഡ്, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. സ്വപ്നതുല്യമായ ഭവനത്തിന് പുതുമയാർന്ന ഡിസൈനുകളുമായി ഇപ്പോൾ മേപ്പാടത്ത് KGSS ടൈൽസ് വേൾഡ്.